Good morning. Okay. ഫ്രഷായി എല്ലാവരും. ബോറടിക്കുന്നുണ്ടാ? തേർഡ് മൊഡ്യൂളൊക്കെ എങ്ങനെയുണ്ട്? എളുപ്പമുണ്ടോ പഠിക്കാനായിട്ട്? ഗുഡ്. ബോറാണല്ലേ അർജുൻ? ശരിയാണ്, ബോറാണ്, കുറച്ച് ബോറാണ്, ഇച്ചിരി ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. നമ്മുടെ ചാപ്റ്റർ എങ്ങനെയുണ്ട്? ഡിസ്ചാർജ് എങ്ങനെയുണ്ട്? ഡിസ്ചാർജ് ഇഷ്ടായാ? ഇഷ്ടായി. ഓക്കെ. അർജുൻ എങ്ങനെയുണ്ട്? ബോറടിക്കുന്നുണ്ട് അർജുൻ? കൊള്ളാം. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, തേർഡും ഫോർത്തും മൊഡ്യൂൾ ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കണം നമ്മൾ, അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് പർപ്പസ് ആൻഡ് പോളിസി. പോളിസി ഒരു 6th പോയിന്റ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി, അല്ലെ? അല്ല, 7th പോയിന്റ് വരെ, അല്ലെ? ഓർമ്മയുണ്ടാ? 7th പോയിന്റ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഓക്കെ. അപ്പോ ഇനി നെക്സ്റ്റ് പോയിന്റ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 8th പോയിന്റ് നോക്കിയേ. The nurse should be responsible for completing the discharge checklist and explaining a discharge summary to the patient or family. Understanding shall be recorded in the document on the discharge checklist by getting signed by the patient or family. എന്താണ് 8th പോയിന്റിൽ പറയുന്നത്? The nurse shall be responsible for completing the discharge checklist. അല്ലെ? എന്താണ് ഈ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ്, ആ സമ്മറി കംപ്ലീറ്റ് ആക്കാണെന്ന് നേഴ്സിന് ഉറപ്പുണ്ടായിരിക്കണം. നേഴ്സ് ആയിരിക്കണം റെസ്പോൺസിബിലിറ്റി, നേഴ്സിനായിരിക്കണം റെസ്പോൺസിബിലിറ്റി. ഡിസ്ചാർജ് സമ്മറി ഓക്കെ ആയെങ്കിൽ, കറക്റ്റ് ആയി കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നേഴ്സ് ഉറപ്പ് വരുത്തേണ്ടതാണ്. പിന്നെന്താ പറയുന്നത്? ആൻഡ് എക്സ്പ്ലെയിനിങ് ദ ഡിസ്ചാർജ് സമ്മറി to the patient or family. Understanding shall be recorded in the document on the discharge checklist by the getting signed by the patient or family. അപ്പോ നമ്മൾ പറഞ്ഞു നേഴ്സിന് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്, റെസ്പോൺസിബിലിറ്റി ആണുള്ളത്? ഡിസ്ചാർജ് സമ്മറി കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം എന്ത് പറയുന്നുണ്ട്? കൂടാതെ രോഗിയുടെ ഫാമിലിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതി കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അവരോട് വിശദീകരിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മളായാലും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ തിമിരത്തിന്റെ ശസ്ത്രക്രിയയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? എന്റെ മദറിലേക്ക് തിമിര ശസ്ത്രക്രിയ ചെയ്തിരുന്നു. അപ്പം കാലത്ത് അഡ്മിറ്റ് ആയി, ഉച്ചയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു, വൈകുന്നേരം ഡിസ്ചാർജ് ആയി പോകുന്നു. അപ്പൊ ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് നമുക്ക് എന്ത് തരും? ഡിസ്ചാർജ് സമ്മറി തരും. അതിനുള്ളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും, പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് ആ ഫസ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ടാവും. മറിച്ച് നോക്കുമ്പോൾ എന്താണ്? എല്ലാ മരുന്നുകളുടെ ഡീറ്റെയിൽസും, ഒരാഴ്ച വേണ്ടേണ്ട തുള്ളി മരുന്നിന്റെ ഡീറ്റെയിൽസുകൾ, അതുപോലെ തന്നെ മരുന്നിന്റെ പേരുണ്ടാവും, എത്ര തുള്ളി വീതമാണ്, എത്ര വീക്ക് ഇടണം, ഒരാഴ്ചയാണോ അല്ലെങ്കിൽ 2 ആഴ്ചയാണോ, അതുപോലെ തന്നെ എത്ര തുള്ളികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ കാലത്ത് 6 മണിക്ക് തുടങ്ങി 6:15 വരെ, ആ ടൈമിനുള്ളിൽ ഒരു തുള്ളി മരുന്ന്, 6:30 മുതൽ 6:45 വരെ വേറൊരു തുള്ളി മരുന്ന്, അങ്ങനെ തുള്ളി മരുന്നുകളുടെ ലിസ്റ്റുകളാണ്. നമ്മൾ തിമിരത്തിന്റെ ശസ്ത്രക്രിയ ആയതുകൊണ്ട് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓരോ ഡീറ്റെയിൽസുകളും. അപ്പൊ ഇതെന്തൊക്കെയാണ്? അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ഇപ്പൊ പേഷ്യന്റിന്റെ ഫാമിലി വന്നിട്ടുണ്ടാവുമല്ലോ കൂടെ, ബൈസ്റ്റാൻഡർ ഉണ്ടാവും. അപ്പൊ ആ ഫാമിലിയെയും അതുപോലെ തന്നെ പേഷ്യൻസിനെയും കൊണ്ടുപോയിട്ട് ഒരു മുറിയിൽ
നിർത്തും. മുറിയിൽ നിർത്തിയിട്ട് കുറച്ചു പേര്, ഒരു 10 പേരെയൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബൈസ്റ്റാൻഡർ ഉണ്ടാവും, അതുപോലെ തന്നെ പേഷ്യന്റ് ഉണ്ടാവും കേട്ടോ. തിമിരത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളുണ്ടാവും, പേഷ്യന്റ് ഉണ്ടാവും. എന്നിട്ട് ഞങ്ങളോട് സിസ്റ്റർ വന്നിട്ട് എല്ലാ ഡീറ്റെയിൽസുകളും, ഇതാണ് ഡിസ്ചാർജ് സമ്മറി, അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ നോക്കി നിങ്ങളെന്ന് പറഞ്ഞിട്ട് നമുക്ക് തരും എന്തൊക്കെയാണെന്നുള്ളത്. ഈ മരുന്ന് ഇത്ര നാൾ ഉപയോഗിക്കുക, ഇത്ര തുള്ളി മരുന്നാണ്, ഇത്ര ദിവസം ഇന്ന ടൈമിലാണ് ഒഴിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ചു തരും അവര്. അപ്പൊ അങ്ങനെ അത് അവര് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസ്ചാർജ് സമ്മറി കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്താൻ നേഴ്സ്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഫാമിലിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വിശദീകരിച്ച്, ഡിസ്ചാർജ് സമ്മറി അത് വിശദീകരിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെന്താണ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യിച്ചു, ആ ഡിസ്ചാർജ് സമ്മറിയിൽ സൈൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്, ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് ബൈ ഗെറ്റിംഗ് സൈൻഡ് ബൈ ദ ഫാമിലി ഓർ പേഷ്യന്റ്. ആ പേഷ്യന്റിനെ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ കൊണ്ടോ സൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് അയക്കുന്നത്. അപ്പൊ അതും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. 8th പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി 9th പോയിന്റ് പറയട്ടെ. ഓക്കെ ആണോ? 8th പോയിന്റ്. 9th പോയിന്റ് പറയുകയാണ് കേട്ടോ. ഓക്കെ, 9th പോയിന്റ് നോക്കാം. പേഷ്യന്റ് ഹു റിക്വസ്റ്റ് ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ഡാമ. ഓർക്കുന്നുണ്ടോ ഡാമ? DAMA, ഡാമ പേഷ്യൻസിന്റെ കാര്യം ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഡാമ പേഷ്യൻസ് അല്ലെ, ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് shall be explain the risk and informed consent policy. എന്താ ചെയ്യുന്നത്, ഈ പേഷ്യൻസ് ഇപ്പോ നിർബന്ധിച്ച് ഡോക്ടറുടെ ഡിസ്ചാർജ് കൂടാതെ ഡോക്ടറെ കൊണ്ട് നിർബന്ധിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളത്, അവരുടെ കയ്യിൽ നിർബന്ധിപ്പിച്ച് ഡിസ്ചാർജ് വാങ്ങി പോകുന്ന പേഷ്യൻസ് ആണ് ആരെന്ന് പറയുന്നത്, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ, ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോ അവര് ഇപ്പൊ നിർബന്ധിച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന റിസ്കുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ റിസ്കുകളെ കുറിച്ചും അതുപോലെ തന്നെ ആ കൺസെന്റ് ഫോമിനെ കുറിച്ചുള്ള കാര്യങ്ങള് അവർ വിശദീകരിച്ചു കൊടുക്കുന്നു. നമ്മളൊക്കെ അറിയാം, കൺസെന്റ് ഫോമിൽ നമ്മൾ ഒപ്പുവെച്ചിട്ട് വേണം ഡാമ പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട്. ഞങ്ങൾ ഉത്തരവാദികളല്ല, പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. AMA ഡിസ്ചാർജിന്റെ ആ വിവരങ്ങളൊക്കെ നമ്മൾ പഠിച്ചില്ലേ ഇവിടെ. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു കൺസെന്റ് ഫോം ഫില്ല് ചെയ്തിട്ടാണ്, സൈൻ ചെയ്തിട്ടാണ് പേഷ്യൻസിനെ വീട്ടിലേക്ക് വിടുന്നത്. അപ്പൊ ആ റിസ്കുകളെ കുറിച്ചും അതിന്റെ ആ കൺസെന്റ് ഫോമിന്റെ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ വിശദീകരിച്ചു കൊടുക്കുന്നു. പേഷ്യൻസ് ഹൂ ലീവ്, 10th പോയിന്റ് ആണ് കേട്ടോ. പേഷ്യൻസ് ഹൂ ലീവ് ഹോസ്പിറ്റൽ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് are to be explained the consequences of LAMA. LAMA എന്ന് പറഞ്ഞാൽ എന്താ, ലീവ് against medical advice. എഴുതിയത് കേട്ടോ, ലീവ് against medical advice. ചോദിക്കാറുണ്ട്, ലാമ എക്സ്പ്ലെയിൻ ചെയ്യാം, എക്സ്പാൻഡ് ലാമ, എക്സ്പാൻഡ് ഡാമ, എക്സ്പാൻഡ് AMA ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, പുറത്ത് വെച്ച് പഠിക്കാം. ലീവ് against medical advice. Video. Okay. Consequences of LAMA and the signature to be obtained in LAMA form in the inpatient record. അപ്പൊ ഇവിടെ പറയുന്നത് നമുക്കറിയാം, ലാമ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് അല്ലെ. നിർബന്ധിപ്പിച്ച് ഡോക്ടറുടെ കയ്യിൽ നിന്ന് എന്താണ് ഡിസ്ചാർജ് വാങ്ങി പോകുന്ന പേഷ്യൻസ് ആണ് ലാമ, ഡാമ, സാമ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ.
ഒരേ കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ, അത് ഓർത്ത് വെക്കാം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധിച്ച് ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് അല്ലെ, പരിണിത ഫലങ്ങൾ എന്തൊക്കെയാവാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സിഗ്നേച്ചർ അല്ലെ, സൈൻ ചെയ്യിക്കണം. എന്തിലാണ് നോക്കിയേ, ഇൻപേഷ്യൻസ് റെക്കോർഡില് ലാമയുടെ ഇൻപേഷ്യൻസ് റെക്കോർഡില് അവരെ കൊണ്ട് നമ്മൾ സൈൻ ചെയ്യിപ്പിച്ചിട്ട് വേണം ഡിസ്ചാർജ് കൊടുത്തിട്ട് വിടാനായിട്ട്. അത്തരം കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്താണ്, എ പേഷ്യന്റ് ഹു കംസ് ടു കാഷ്വാലിറ്റി take treatment and leave hospital with the CMO. CMO എന്ന് പറഞ്ഞാൽ ആരാണ്, ചീഫ് മെഡിക്കൽ ഓഫീസർ. ചീഫ് മെഡിക്കൽ ഓഫീസർ. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്നും പറയും, ചീഫ് മെഡിക്കൽ ഓഫീസർ എന്നും പറയും കേട്ടോ. ഓക്കെ, CMO consent as OP consultation or given prescription based on patient's condition. അപ്പൊ ഇവിടെ പറയുന്നത്, ഇപ്പൊ കാഷ്വാലിറ്റിയിൽ വന്ന ചികിത്സ എടുത്ത് ഹോസ്പിറ്റലിൽ വിടുന്ന രോഗി CMO ആണ്. രോഗിക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, കാഷ്വാലിറ്റിയിൽ നമ്മളിപ്പോ കഠിനമായിട്ടുള്ള വയറുവേദന അല്ലെങ്കിൽ പല നെഞ്ചുവേദനയൊക്കെ ആയിട്ട് നമ്മൾ വരാറുണ്ടല്ലേ, എന്നിട്ടൊരു എന്താണ് ഒരു സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാറുണ്ട് ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്താണ്, ഇപ്പൊ രോഗി എന്ത് ചെയ്യുന്നുണ്ട്, രോഗി കാഷ്വാലിറ്റിയിൽ വന്ന് ചികിത്സയെടുത്ത് ഹോസ്പിറ്റലിൽ വിടുന്ന രോഗിക്ക് CMO ആണ് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് CMOയുടെ സമ്മതത്തോടെ OP കൺസൾട്ടേഷന് പ്രിസ്ക്രിപ്ഷൻ നൽകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. ഒരു കഠിനമായിട്ടുള്ള വയറുവേദനയായിട്ട് ഒരു രോഗി വന്നു. അപ്പോ രോഗി എന്ത് ചെയ്തു, ഇപ്പൊ രാത്രിയാണ് അദ്ദേഹത്തിന് വയറുവേദന വന്നത്. അപ്പൊ രാത്രി എന്താണ്, ഡ്യൂട്ടി ഡോക്ടർ ആണ് ഉണ്ടാവുക അല്ലെ, അല്ലെ, ഫിസിഷ്യൻ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ കാണുന്ന ഡോക്ടർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ കാഷ്വാലിറ്റിയിൽ നമ്മൾ കൊണ്ടുവരും. അപ്പൊ അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാവും അല്ലെ, അവിടുത്തെ ഫിസിഷ്യൻ ഉണ്ടാവും. അപ്പൊ അവിടെ എന്ത് ചെയ്തു, അഡ്മിറ്റ് ആക്കി. കഠിനമായിട്ടുള്ള വയറുവേദന ആയതുകൊണ്ട് തന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. ഇപ്പൊ ഡ്യൂട്ടി ഡോക്ടർ ആണ്, അപ്പൊ അവിടെ കിടത്തി. അതിനുശേഷം നെക്സ്റ്റ് ഡേ എന്ത് ചെയ്തു, രാവിലെ ആയപ്പോഴേക്കും ഡ്യൂട്ടി ഡോക്ടർ വന്ന് നോക്കി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാൻ എടുക്കണം, സ്കാൻ ചെയ്യണം, വയറൊന്ന് സ്കാൻ ചെയ്യണം. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, രോഗിയെ കൊണ്ട് പോയിട്ട് സ്കാൻ ചെയ്തു. ആ റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ റിപ്പോർട്ട് നമ്മൾ അവിടെ കൊടുത്ത് ആ റിസൾട്ടുമായിട്ട് നമ്മൾ CMO നമുക്ക് എന്ത് ചെയ്തു തരും, ഈ കാഷ്വാലിറ്റിയിൽ നിന്ന് ഒരു ചീട്ട് നമുക്ക് തരും. ആ ചീട്ട് തന്നിട്ട് അവിടെ ഫിസിഷ്യനെ കൊണ്ടുപോയിട്ട് OPയിൽ കാണിച്ചോളൂ എന്ന് പറയാറുണ്ട് ഇല്ലേ, ആണോ, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ എന്താണ്, ഈ CMO നമുക്കൊരു ചീട്ട് തരുന്നുണ്ട് അല്ലെ, കാഷ്വാലിറ്റിയിൽ നിന്ന് ഒരു ചീട്ട് തന്നിട്ടാണ് നമ്മൾ ആ റിസൾട്ട് കൊണ്ടുപോയിട്ട് ഫിസിഷ്യനെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ എല്ലാ കഥകളും പറയും, ഇന്നലെ രാത്രി വന്നതാണ്, കഠിനമായിട്ടുള്ള വയറുവേദനയാണ്, ഇപ്പൊ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എന്ത് ചെയ്തു, സ്കാൻ എടുക്കാൻ പറഞ്ഞു, പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടറോട് എല്ലാ വിവരങ്ങളും പറയുന്നത്. അപ്പൊ CMO നമ്മൾ പറഞ്ഞു, CMO കാഷ്വാലിറ്റിയിലെ ആ മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ചീട്ട് തന്നിട്ടാണ് നമ്മള് ഫിസിഷ്യനെ പോയിട്ട് ആ റിസൾട്ട് കാണിക്കുന്നത്. ആ ചീട്ട് എന്താണ്, എന്തായിരിക്കും, ഗസ് ചെയ്യാൻ പറ്റുമോ? ചീട്ടാണ് കാഷ്വാലിറ്റിയിൽ നിന്ന് തരുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാല് അവിടെ നിന്ന് നമുക്ക് ഡിസ്ചാർജ് നടത്തുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇന്നലെ വന്നവിടെ അഡ്മിറ്റ് ആയി, പിന്നെ ഫിസിഷ്യൻ വന്നപ്പോ ഫിസിഷ്യനെ പോയിട്ട് കാണാനായിട്ട് പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ നിന്ന് ഒരു ചീട്ട് തരുമ്പോ അതും എന്താണ്, ഒരു തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഡിസ്ചാർജ് ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ കൺസെപ്റ്റ്? ഇനി 12th point നോക്കാം. The hospital administration must make sure that every hospital has an organized discharge planning and that can increase patient satisfaction. അപ്പൊ എന്താ പറയുന്നത്, ഈ എല്ലാ ഹോസ്പിറ്റലിലും എന്തുണ്ട്, ഈ ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ട്. ഓക്കെ, ഡിസ്ചാർജ് പ്ലാനിങ് എല്ലാ ഹോസ്പിറ്റലിലും ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, സംഘടിപ്പിക്കുന്നുണ്ട്.
അപ്പോ എന്താണ് അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലിലും എന്തുണ്ടാവും, ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടാവും അല്ലെ. അതെന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, പേഷ്യൻസ് ആണ്. ആ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട് അവരാണ് ഓരോ കാര്യങ്ങളും, ഡിസ്ചാർജിന്റെ കാര്യങ്ങളായാലും അവരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, മേക്ക് ചെയ്യുന്നത്. അങ്ങനെ ഡിസ്ചാർജ് പ്ലാനിങ് ഓരോ ഹോസ്പിറ്റലിലും എന്തുണ്ട്, ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ട്. ആ ഡിസ്ചാർജ് പ്ലാനിങ് ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്, അഡ്മിനിസ്ട്രേഷൻ ഏരിയയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഡിസ്ചാർജ് അല്ലെ, രോഗി ഹോസ്പിറ്റലിൽ വന്നു, രോഗവുമായിട്ട് വന്നു, കുറച്ചു നേരം ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നു, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടി. അതിനുശേഷം രോഗിയുടെ കണ്ടീഷൻ ബെറ്റർ ആയി കഴിയുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് പറയാറുണ്ട്. അങ്ങനെ ഡിസ്ചാർജ് കൊടുക്കുമ്പോൾ പേഷ്യൻസിനായാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. അവരുടെ രോഗമായിട്ട് വരുന്ന രോഗികള് രോഗം മാറിയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അവരുടെ സംതൃപ്തി ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഈ പോളിസിയിൽ പറയുന്നത്. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. 8 തുടങ്ങി 12 വരെയുള്ള പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇനി ഒരു ഫ്ലോ ചാർട്ട് ആണ്, നിങ്ങൾ കണ്ടോ ഫ്ലോ ചാർട്ട്? ഓക്കെ, ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട്. ഓക്കെ, ആ ഫ്ലോ ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. കുറച്ച് ലെങ്തിയാണ്, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ CST-ലൊക്കെ കുറെ ഫ്ലോ ചാർട്ടുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഡിസ്ചാർജിന്റെ ഫ്ലോ ചാർട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് ഇത്തിരി ലെങ്തിയാണ്, ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് കിട്ടും. ഓക്കെ, റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. എന്താണ്, ഡോക്ടർ ഓർഡർ കൊടുക്കും അല്ലെ. ഡോക്ടർ ഫസ്റ്റ് എന്ത് ചെയ്യും, ഡോക്ടർ വന്നിട്ട് ഡോക്ടർ ഓർഡർ കൊടുക്കുന്ന ഡിസ്ചാർജ് ചെയ്യാം എന്നുള്ളത് ഇല്ലേ. ഡോക്ടർ ഓർഡർ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യാമെന്നുള്ള രീതിയിൽ അല്ലെ. ആദ്യം അഡ്മിറ്റ് ആക്കുന്ന ഡോക്ടർ രോഗികളുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ എന്നിട്ട് ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടർ തന്നെ പറയും ഇയാള് കണ്ടീഷൻ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ചാർജ് ചെയ്യാന്ന് പറയാം അല്ലെ. ഓക്കെ, അപ്പൊ ആദ്യം ഡോക്ടർ ഓർഡർ കൊടുക്കുന്നുണ്ട്, അഡ്മിറ്റ് ആക്കാനായിട്ട് ഡോക്ടർ ഓർഡർ കൊടുക്കുന്നു. റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. ഇനി എന്താണ്, ഇൻഫോമിങ് അതർ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ENT ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പീഡിയാട്രിക് ഉണ്ട്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിട്ടാണ് രോഗി വന്നിരിക്കുന്നത്, ഇപ്പൊ പറയാം, എക്സാമ്പിൾ പറയാം, ഇപ്പൊ എല്ലൊടിഞ്ഞ അല്ലെങ്കിൽ എല്ല് പൊട്ടിയ ഒരു കേസാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ രോഗി വാർഡിലാണ് കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ബന്ധപ്പെട്ട ഒരു ഡോക്ടറെ കൂടി നമ്മൾ അറിയിക്കും.
ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ ആ ഡോക്ടറെ കൂടി നമ്മൾ അറിയിക്കുന്നുണ്ട്. ഓക്കെ, ഇൻഫോം ചെയ്യും. ഇപ്പൊ അതുപോലെ തന്നെ ഒരു ശ്വാസം മുട്ടായിട്ടാണ് വന്നത്, പക്ഷെ ആൾക്ക് എന്താണ് സ്ട്രോക്ക് ആയിട്ട് ഒരു വശം തളർന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടറെയും അതുപോലെ തന്നെ ആ സ്ട്രോക്ക് ന്യൂറോയുടെ ഡോക്ടറെയും നമ്മൾ എന്താണ് ഇൻഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ 2 കെയറിംഗും കൂടി കൊടുക്കേണ്ടതുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? ഇനി എന്താണ് റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ്. നമ്മൾ പറഞ്ഞു എന്താണ് ഡോക്ടർ വന്ന് റൗണ്ട്സിലൊക്കെ വരുമ്പോ രോഗിയുടെ കണ്ടീഷൻ ബെറ്റർ ആയി കഴിഞ്ഞു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറയും ഇനി എന്താണ് കിടക്കേണ്ടതില്ല, ഇന്ന് ഡിസ്ചാർജ് ആയി പൊക്കോളൂ എന്ന് പറയാറുണ്ട്. അപ്പോ റൗണ്ട്സിൽ വരുമ്പോ അതിന് മുൻപ് ഡോക്ടർ വന്നതിന് മുമ്പ് നമുക്ക് നേഴ്സുമാര് വന്നിട്ട് എന്ത് ചെയ്യും, ഒരു 7 മണി അല്ലെങ്കിൽ 7:15 7:30 ആകുമ്പോ നേഴ്സുമാര് വന്നിട്ട് ഈ മരുന്നുകൾ കഴിക്കണം എന്ന് പറഞ്ഞു തരാറുണ്ട്. ഒരു ചിപ്പിലാക്കിയിട്ട് അവർ വെച്ചിട്ട് പോകും ഇല്ലേ? ഈ അഡ്മിറ്റ് ആയതൊക്കെ അറിയാൻ പറ്റും. ചിപ്പിലാക്കിയിട്ട് ഇങ്ങനെ തരും. ഭക്ഷണം കഴിഞ്ഞിട്ട് ഇന്ന മരുന്നുകൾ കഴിക്കണം അല്ലെ പറഞ്ഞ് അവര് നമുക്ക് തരാറുണ്ട് അല്ലെ. നേഴ്സുമാര് തന്നു. അതിനുശേഷമാണ് ഡോക്ടർ വരുന്നത്. ഇപ്പൊ ഡോക്ടർ നോക്കിയിട്ട് പറയും ഇയാൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പൊക്കോളും, ഡിസ്ചാർജ് ആക്കാട്ടോ എന്ന് പറയും അല്ലെ. അങ്ങനെ ഡിസ്ചാർജ് അങ്ങനെ ആവണമെങ്കിൽ ഡോക്ടേഴ്സ് നഴ്സുമാര് തന്ന ആ മരുന്നുകൾ ചിലത് എന്താണ് വെട്ടിക്കുറയ്ക്കാം. ഇന്ന മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, നമുക്കത് പകുതി കഴിച്ചാൽ മതി, പകുതിയാക്കാം, വെട്ടിക്കുറച്ചിട്ടുണ്ട്, ഇന്ന മരുന്നുകൾ ഇനി കഴിക്കേണ്ടതില്ല, ഒക്കെ ആയി വരുന്നുണ്ട് എന്ന് കാണുമ്പോ അപ്പൊ എന്ത് ചെയ്യും, നഴ്സുമാര് നമ്മൾ പറഞ്ഞു അതിന് മുൻപ് തന്നിട്ടുണ്ടാവും ഇന്ന മരുന്നുകൾ കഴിക്കണം, ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിക്കണം എന്നുള്ളത്. അപ്പോ വെട്ടിയ മരുന്നുകൾ എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കും അവര് ഇല്ലേ. കഴിക്കേണ്ടാത്ത മരുന്നുകൾ അവർ തന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് പേഷ്യൻസ് നഴ്സുമാർക്ക് തിരിച്ചു കൊടുക്കണം. റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ്. ഡോക്ടർ ഓർഡർ കൊടുക്കുന്നു, ബന്ധപ്പെട്ട വാർഡിനെ ഇൻഫോം ചെയ്യുന്നു, റിട്ടേണിംഗ് ഓഫ് പേഷ്യൻസ് മെഡിക്കേഷൻസ്. ഇനി എന്താണ്, അപ്പൊ ഡിസ്ചാർജ് ആയി പൊക്കോളൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത മെഡിസിനുകൾ നമ്മൾ തിരിച്ചു കൊടുത്തു. അതിനുശേഷം എന്താണ്, പ്രിപ്പയറിംഗ് ആൻഡ് പ്രോസസിംഗ് ഓഫ് ബില്ല് അല്ലെ. നമ്മൾ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ നമ്മൾ ബില്ലുകളൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ, ഡിസ്ചാർജ് ആവുന്ന സമയത്ത്. ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, ക്യാഷ് ഓർ ഇൻഷുറൻസ്. ചിലവർക്ക് എന്താണ് ക്ലെയിം ഉണ്ടാവും, ചിലവരെന്താണ് ക്യാഷ് ആയിട്ടായിരിക്കാം അടയ്ക്കുന്നത് അല്ലെ. ക്ലെയിം ഇല്ലാത്തവർ, ഇപ്പൊ ആരും ക്ലെയിം ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും ക്ലെയിം എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അത്രയും ഒരു ഹോസ്പിറ്റലിൽ കിടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങളാണ്. ഇപ്പൊ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാല് 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയൊക്കെ ആവും. എല്ലാവരും ക്ലെയിം എടുക്കാത്തവരുണ്ടാകും, ക്ലെയിം എടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോ എന്താണ്, ചിലവര് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവാം, ചിലവര് പേയ്മെന്റ് ചെയ്യുന്നത് ഇൻഷുറൻസ് ക്ലെയിം ആയിട്ടായിരിക്കാം. അപ്പം ക്ലെയിം ആണെങ്കിൽ എന്താണ്, നമുക്ക് ആ എമൗണ്ട് ഇൻഷുറൻസിന്റെ എമൗണ്ട് നമുക്ക് അതിൽ നിന്ന് കട്ടാവും അല്ലെ. ക്ലെയിം ആണെങ്കിൽ ക്യാഷ് നമുക്ക് ഓൾറെഡി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇനി എന്താണ്, ക്ലെയിം ആണെങ്കിൽ എന്താ ചെയ്യണം, വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്. ചിലർക്ക് നമ്മൾ പറഞ്ഞു അല്ലെ ക്ലെയിം ഉണ്ടാവും. അപ്പൊ ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി ഏതാണ് എടുത്തിരിക്കുന്നത്, രോഗി എടുത്തിരിക്കുന്ന പോളിസി ഏതാണ്, അതുപോലെ എല്ലാ ഡാറ്റകളും നമ്മൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഏത് പോളിസിയാണ്, എത്ര എമൗണ്ട് അടയ്ക്കണം, അതുപോലെ തന്നെ എത്ര എമൗണ്ട് ആണ് പ്രീമിയം അടച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ആ വെരിഫിക്കേഷൻ കഴിഞ്ഞു. അതിനുശേഷം എന്താണ്, ഇൻഫോം വാട്ട് ടു പേ ദ ബിൽ ബൈ പേഷ്യന്റ്. ഇനി എന്ത് ചെയ്യാം, ബില്ല് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഏത് വാർഡിലാണോ പേഷ്യന്റ് ഉള്ളത്, രോഗി കിടക്കുന്നത് ഏത് വാർഡിലാണോ ആ വാർഡില് നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാവുമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വാർഡില് നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാവും. ആ നഴ്സ് എന്ത് ചെയ്യും, പേഷ്യൻസിനോട് പറയും ബില്ല് പോയിട്ട് അടച്ചോളൂ, കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, ബില്ല് പോയിട്ട് അടച്ചോളൂ എന്ന് പറയും, പേ ചെയ്തോളൂ. ഇനി അതിനുശേഷം എന്താണ്, ബില്ല് സെറ്റിൽ ചെയ്യും അല്ലെ, നമ്മൾ പോയി ബില്ല് സെറ്റിൽ ചെയ്യും. കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻസ്. അപ്പൊ എന്താണ്, ഇപ്പൊ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മരുന്നുകൾ നമുക്ക് കിട്ടണം അല്ലെ, വീട്ടിൽ പോയിട്ട് കഴിക്കാനുള്ള മരുന്നുകൾ കിട്ടണം. ആ മരുന്നുകൾ കിട്ടുന്നത് എങ്ങനെയാണ്, ബില്ല് അടച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പോയിട്ട് ബില്ല് സെറ്റിൽ ചെയ്തു,
പിന്നീട് നമുക്ക് ബില്ലടച്ചതിന് ശേഷം മാത്രമേ മെഡിസിനുകൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മെഡിസിൻ കളക്ട് ചെയ്തു. എക്സ്പ്ലെയിനിങ് മെഡിക്കേഷൻസ് ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറി തരികയും അതുപോലെ തന്നെ മെഡിസിൻസുകൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നഴ്സുമാർ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതിനുശേഷം എന്താണ് അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് നീഡഡ്. ചിലർക്ക് ചിലപ്പോൾ ബൈസ്റ്റാൻഡർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഈ ഹോസ്പിറ്റലുകാർ തന്നെ എന്ത് ചെയ്യും, ആംബുലൻസുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാഹനങ്ങൾ വെഹിക്കിൾസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അവർക്ക്, ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത പേഷ്യൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇനി എന്താണ് ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് പേഷ്യന്റ് ഫ്രം HIS. HIS എന്ന് പറഞ്ഞാൽ എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടറിലേക്കാണ് എല്ലാ വിവരങ്ങളും ഇപ്പൊ എൻറ്റർ ചെയ്ത് വെക്കുന്നത് അല്ലെ. ഏതൊരു ഹോസ്പിറ്റൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. അപ്പോൾ ഏതൊരു രോഗി വന്നു കഴിഞ്ഞാലും ആ സിസ്റ്റത്തിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഡാറ്റകൾ വീണ്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡോക്യുമെന്റേഷൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിന്റെ റെക്കോർഡ് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ HISൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 3 വർഷം വരെ അവിടെ എന്ത് ചെയ്ത് വെക്കും, സ്റ്റോക്ക് അല്ലെ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വെക്കും. അതിനുശേഷമാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഡോക്യുമെന്റ്സുകൾ, ഡോക്യുമെന്റേഷൻസ് ഓഫ് ഡിസ്ചാർജ്, പേഷ്യൻസിന്റെ റെക്കോർഡുകൾ, എല്ലാ റെക്കോർഡുകളും അവിടെ കീപ്പ് ചെയ്യുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, HISൽ നിന്ന് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഈ പേഷ്യൻസിനെ റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അതിന്റെ എന്തെന്ന് വരുന്നത്, ഫ്ലോ ചാർട്ട് ആയിട്ട് വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? വായിച്ചു നോക്കിയ ഫ്ലോ ചാർട്ട് വായിച്ചു നോക്കാം കേട്ടോ. ലാസ്റ്റത്തെ ഏത് പോയിന്റ് ആണ്, HISന്റെ പോയിന്റ് ആണോ? ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് പേഷ്യന്റ് ഫ്രം HIS. പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ അവിടെ എന്താണ് കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം പേഷ്യൻസിന് HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന്, അതായത് കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് ഉദ്ദേശിക്കുന്നത്. ആ ടോപ്പിക് തന്നെ HISൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ കൂടുതലായിട്ട് അറിയാൻ പറ്റും. ആ HISൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ അതിനകത്ത് പറയുന്നത്.
Okay, next നോക്കാം. What is a discharge summary? എന്താണ് discharge summary എന്നുള്ളത്? A discharge summary is a clinical report. അപ്പൊ എന്താണ് discharge summary എന്ന് പറഞ്ഞാൽ ഒരു clinical report ആണ് prepared by health care professionals at the conclusion of the hospital stay. അല്ലെ, രോഗി കിടക്കുന്ന എന്താണ് ഹോസ്പിറ്റലിൽ രോഗി കിടക്കുന്ന ആ ലാസ്റ്റ് ഡേ ആണ് ഈ ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ ആയിരിക്കും ഡിസ്ചാർജ് സമ്മറി എഴുതുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന ഏതെങ്കിലും പേഴ്സൺ ആയിരിക്കും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഏതെങ്കിലും ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് നഴ്സുമാരോ ആരെങ്കിലും ആയിരിക്കാം ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ക്ലിനിക്കൽ റിപ്പോർട്ടാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്, ഡോക്ടേഴ്സോ നഴ്സുമാരോ ഡോക്ടർമാര് എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഡോക്ടർമാര് പറയുന്ന നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും സ്റ്റാഫുകളാണ് ഇങ്ങനെയുള്ള ഡിസ്ചാർജ് സമ്മറി എഴുതുന്നത്. രോഗി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ലാസ്റ്റ് ഡേ ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. It is often the primary mode of communication between hospital care teams and after care providers. ഇതാണ് ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റും അല്ലെ. ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ടീമും ഹോസ്പിറ്റൽ കെയർ ടീമും അതുപോലെ തന്നെ ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആയിരിക്കാം പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഫാമിലീസിനെയാണ് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവര് തമ്മിലുള്ള ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. നമുക്കറിയാം സമ്മറി എഴുതുമ്പോൾ അല്ലെങ്കിൽ സമ്മറിയിലെ എല്ലാ കാര്യങ്ങളും വിവരിച്ചു തരുന്നുണ്ട് അല്ലെ ഹോസ്പിറ്റലുകാര്. അതുപോലെ തന്നെ മരുന്നിന്റെ കാര്യങ്ങളായാലും ഇപ്പൊ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ആയാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തൊക്കെ എക്സസൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങള്, പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകളുടെ ഡീറ്റെയിൽസുകൾ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. സൗണ്ട് കുറവാണോ? കേൾക്കുന്നില്ലേ മിസ് പറയുന്നത്? കേൾക്കുന്നുണ്ടല്ലോ. അർജുന് മാത്രം ക്ലിയർ ആവുന്നില്ല അല്ലെ? ഓക്കെ, ചിലപ്പോ നെറ്റ് പോകുന്നുണ്ടാവാം. ഓക്കെ, ഫോണിന്റെ സൗണ്ട് ഒന്ന് റേഡിയോ. ഓക്കെ, ഫോണിന്റെ സൗണ്ട് ഒന്ന് കൂട്ടി വെച്ച് നോക്കിയും നിങ്ങൾ പ്രശ്നമായിരിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ മിസ് പറയുന്നത്? സൗണ്ട് കുറവുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ അർജുന് മാത്രമാണ് പ്രശ്നമുള്ളതല്ലേ? അർജുന്റെ ചിലപ്പോ സിറ്റിയുടെ വല്ല പ്രശ്നമായിരിക്കാം, ചിലപ്പോ നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ പറ്റൂല്ലേ നമുക്ക്. ക്യാമറ ഓഫ് ചെയ്തിരിക്കാട്ടോ. മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ പറ്റും. എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാം. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഹോസ്പിറ്റലുകാർ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയാലും ചെയ്യുന്ന കാര്യങ്ങള്, എക്സസൈസ് ആയാലും അതുപോലെ തന്നെ എന്തൊക്കെ മരുന്നുകളാണ് കൊടുക്കേണ്ടത്, എത്ര രീതിയിലാണ്, എന്തൊക്കെ ടൈമിലാണെന്നുള്ളതും ആ ഡിസ്ചാർജ് സമ്മറിയിലുണ്ട്. അതൊക്കെ വിവരിച്ചു തരുന്നത് കൊണ്ടാണ് ഇങ്ങനെ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. ഓക്കെ, ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നോക്കിയേ. The discharge summary shall include the reasons for admission. Admission ആകാനായിട്ടുള്ള അഡ്മിറ്റ് ആക്കാനായിട്ടുള്ള റീസൺസ് എന്തൊക്കെയായിരിക്കാം. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ഫൈൻഡിങ്സ്, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്, ലക്ഷണങ്ങള്, രോഗവുമായിട്ട് ബന്ധപ്പെട്ട രോഗിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു, ഡയഗ്നോസിസ് രോഗനിർണയം, ആൻഡ് പേഷ്യന്റ് കണ്ടീഷൻസ് അറ്റ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് അറിയാലോ. ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞാല്? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ലബോറട്ടറി റിസൾട്ടുകൾ
എന്തൊക്കെയായിരിക്കാം? ലാബ് റിസൾട്ട് അല്ലെ, സ്കാന്, എക്സ്റേ, CT സ്കാൻ, MRI അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള നല്ല റിസൾട്ടുകൾ, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ, അതുപോലെ തന്നെ the medications given and the procedure given done if any. അപ്പൊ എന്താണ് മെഡിസിനുമായിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് രോഗിക്ക് കൊടുക്കേണ്ട മെഡിസിന്, അതിന്റെ ഒരു എന്താണ് വിവരങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫോളോ അപ്പ് അഡ്വൈസ്, എന്തൊക്കെയാണ് ഫോളോ അപ്പ്, വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, രോഗിക്ക് ഡയറ്റ് പ്ലാൻ, അല്ലെങ്കിൽ ഇപ്പൊ സ്ട്രോക്ക് വന്ന ആളാണെങ്കിൽ എക്സസൈസ് ചെയ്യണം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ ഫോളോ അപ്പ് കെയർ കൊടുക്കേണ്ട കാര്യങ്ങൾ. പിന്നെ medication and other instructions and how to obtain urgent care in an understandable manner. കൂടാതെ എന്താ പറയുന്നത്, ഈ മെഡിസിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അതർ ഇൻസ്ട്രക്ഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. കൂടാതെ എന്താ, രോഗികൾക്ക് എത്രമാത്രം നമ്മൾ അർജന്റ് കെയർ കൊടുക്കണം എന്നുള്ളതും ആ ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് ഡിസ്ചാർജ് സമ്മറിയുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മുടെ അഡ്മിറ്റ് ആക്കാനായിട്ടുള്ള റിസൾട്ട്സ്, രോഗിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഡയഗ്നോസിസ്, രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, രോഗിയുടെ കണ്ടീഷൻ അറ്റ് ടൈം ഓഫ് ഡിസ്ചാർജ്, ആ ടൈമിൽ രോഗിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ടെസ്റ്റുകളുടെ റിസൾട്ടുകളുടെ കാര്യങ്ങള്, അതുപോലെ തന്നെ മെഡിസിന്റെ കാര്യങ്ങള്, ഫോളോ അപ്പ് കെയർ, വീട്ടിൽ ചെന്നാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, മെഡിസിന്റെ വിവരങ്ങളും അതർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ രോഗിക്ക് എത്രമാത്രം അർജന്റ് കെയർ കൊടുക്കണം എന്നുള്ളതും അതിനകത്ത് റിട്ടേൺ ചെയ്തിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെയാണോ? ഡിസ്ചാർജ് സമ്മറി എന്താണ്, അതിന്റെ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ, ഡിസ്ചാർജ് പ്രോസസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 9, മാർക്കറ്റിംഗ്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ, കിട്ടിയവരുണ്ടെങ്കിൽ പേജ് നമ്പർ പറയാം. 78. ഓക്കെ, ചാപ്റ്റർ 9 മാർക്കറ്റിംഗ്. ഓക്കെ, എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാർക്കറ്റിംഗ് കൊമേഴ്സുകാരുണ്ടോ നമ്മുടെ ബാച്ചില്? കൊമേഴ്സുകാരുണ്ടോ? പേടിക്കണ്ട, ഞാൻ ഡിസ്റ്റൻസ് ചോദിച്ചാണ്. പ്ലസ് മാത്രമേ ഉള്ളോ കൊമേഴ്സ്? കുറച്ച് പേരൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും പറയാട്ടോ, എന്തായിരിക്കാം മാർക്കറ്റിംഗ്? എന്താണ് മാർക്കറ്റിംഗ്? ഇത് വായിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിൽ പറഞ്ഞാൽ മതി. വിപണനം, പിന്നെ കസ്റ്റമർ കെയർ സർവീസ്, പിന്നെ എന്തൊക്കെ വരാം?
അതിനകത്ത് കമന്റ് ചെയ്യുന്നില്ല. ഓക്കെ, വിപണനം അതുപോലെ തന്നെ പ്രൊമോഷൻ പറയാൻ പറ്റും അല്ലെ. ഓക്കെ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ, ബിസിനസ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ട്സ്. ഓക്കെ, ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാനേജ്മെന്റ്, പ്രോഫിറ്റ് മേക്കിംഗ്, സപ്ലൈ അല്ലെ പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ പറയാം. ഇനി അതിന്റെ 3 ഡെഫിനേഷൻ ആയിട്ടാണ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് അല്ലെ. നമുക്കറിയാം എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയാം അല്ലെ. അപ്പോ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. നമ്മള് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയും നമുക്ക് പറയാൻ പറ്റും. നോക്കാം, വാട്ട് ഈസ് മാർക്കറ്റിംഗ്? 3 രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് എ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് manage the flow of goods and services from the producer to the consumer or user. ആരായിരിക്കാം പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസറുടെ മീനിങ് എന്താ? പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കാം പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാല്? നിർമ്മാതാവ്. വെരി ഗുഡ്, നിർമ്മാതാവ് എന്ന് പറയാം അല്ലെ. ഇപ്പൊ ഒരു സോപ്പ് നിർമ്മാണ കമ്പനി ആണെങ്കിൽ സോപ്പ് ഉണ്ടാക്കുന്ന വ്യക്തി അല്ലെ, നിർമ്മിക്കുന്ന ആള് നിർമ്മാതാവ്, അതിനെയാണ് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ടു ദ കൺസ്യൂമർ, കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? പ്രൊഡ്യൂസർ നിർമ്മാതാവാണെങ്കിൽ കൺസ്യൂമർ ആരായിരിക്കും? ആരായിരിക്കും കൺസ്യൂമർ? ഉപഭോക്താവ് അല്ലെങ്കിൽ ഉപയോക്താവ് അല്ലെ, ഉപഭോക്താവ് അല്ലെ, ഉപഭോക്താവ്. ഓക്കെ, എന്താണ്? അല്ലെങ്കിൽ യൂസർ എന്ന് പറയാൻ പറ്റും അല്ലെ. കസ്റ്റമർ എന്ന് പറയാം, യൂസർ എന്ന് പറയാം, കൺസ്യൂമർ എന്ന് പറയാം. 3 രീതിയിലും പറയുന്നുണ്ട് കേട്ടോ. കൺസ്യൂമർ എന്ന് പറയാൻ പറ്റും നമുക്ക്, യൂസർ എന്ന് പറയാം അല്ലെ, ഉപയോഗിക്കുന്ന വ്യക്തി അല്ലെ, അതാണ് കസ്റ്റമർ. കസ്റ്റമർ എന്ന് പറയാം അല്ലെ. ഓക്കെ, അപ്പോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് ആക്ടിവിറ്റി ആണെന്ന് പറയാം അല്ലെ. എന്താണ്? ഈ നിർമ്മാതാവിൽ നിന്ന് ഉപഭോക്താവിലേക്ക് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയിലേക്ക് ആ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഒരു ഫ്ലോ മാനേജ് ചെയ്യുന്ന ഒരു ബിസിനസ് ആക്ടിവിറ്റി ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? ഇത്തിരി പാടാണ് കേട്ടോ ഇത് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ, എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാം. എന്താണ് ആ മാർക്കറ്റിംഗിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് പ്രൊഡ്യൂസറിൽ നിന്ന് കസ്റ്റമറിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് സെയിൽ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സ്, അത് തന്നെ ഒന്ന് ഓർത്താൽ മതി. എന്താണ് ഇവിടെ പറയുന്നത്? പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് മാനേജ് ചെയ്യുന്ന ആ ഫ്ലോന്റെ ഒരു ബിസിനസ് ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കൺസ്യൂമറിൽ നിന്ന് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കുന്ന ആ ഫ്ലോ, അതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ അർജുൻ എന്താണ് ഒരു പേന വിൽക്കുന്നു, അല്ലെങ്കിൽ എനിക്കൊരു കടയുണ്ട്, ഞാനൊരു കട ഇട്ടിട്ടുണ്ട്, പേനയുടെ കടയുണ്ട്. അപ്പൊ പേന അർജുൻ വിൽക്കുകയാണെങ്കിൽ എന്താണ് ഞാൻ എന്താണ് ആരായിരിക്കും? പ്രൊഡ്യൂസർ ആയിരിക്കും അല്ലെ. അർജുൻ എന്ന് പറയുന്നത് കൺസ്യൂമർ ആയിരിക്കും. ഞാൻ അർജുന് പേന കൊടുക്കുന്നു, വിൽക്കുന്നു അല്ലെ. വിൽക്കുമ്പോ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ലാഭം കിട്ടും അല്ലെ. ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂമറിലേക്ക് കൊടുക്കുന്ന ആ പ്രോസസ്സ്, അതിനെയാണ് പറയുന്നത് എന്തെന്ന മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് ഡെഫിനിഷൻ ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. It is the development and systematic distribution of goods and services for the selected consumer segment. സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത ഉപഭോക്തൃ വിഭാഗക്കാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളിലൂടെ പറയാം. നമ്മളൊരു ഫേസ് ക്രീം പ്രൊഡ്യൂസ് ചെയ്യണേന്
അപ്പൊ ആരായിരിക്കും കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്? ഫേസ് ക്രീം ഉപയോഗിക്കുന്നത് ആരായിരിക്കും? ജെന്റ്സ് ആയിരിക്കും ലേഡീസ് ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? വുമൻസ് ആയിരിക്കും അല്ലെ, ലേഡീസ് ആയിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഞാൻ പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ കുറച്ച് ആൾക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ പ്രൊഡക്റ്റ് എടുക്കുന്നത് അല്ലെ. അപ്പോ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഉപഭോക്തൃ വിഭാഗക്കാരെന്ന് പറയുന്നത് ലേഡീസ് ആണ്. മനസ്സിലായോ? സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ്, തെരഞ്ഞെടുത്ത ഉപഭോക്തൃ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് സിസ്റ്റമാറ്റിക് ആയിട്ടും വികസിപ്പിച്ചെടുത്തതുമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിനെ നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം ഇല്ലേ. ഞാൻ വുമൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലേഡീസിന് വേണ്ടിയിട്ട് ഒരു ഫേസ് ക്രീം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത് ആരെയാണ്? ലേഡീസിനെയാണ്. ഞാൻ ലേഡീസിനെയാണ് മുന്നിൽ കണ്ടുകൊണ്ട് ആ ക്രീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ലേഡീസിന് വേണ്ടിയിട്ട് എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ടും വികസിപ്പിച്ചെടുത്തതുമായിട്ടുള്ള ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ്, അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ്, തെരഞ്ഞെടുത്ത ഉപഭോക്തൃ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടും അതുപോലെ തന്നെ വികസിപ്പിച്ചെടുത്തതുമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിനെയും നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ആ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയും നമ്മൾ മാർക്കറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. കിട്ടിയോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഡെഫിനേഷൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി എടുക്കാനായിട്ട്. 3 ഡെഫിനേഷൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞത് ഫസ്റ്റും സെക്കൻഡും നമ്മൾ പറഞ്ഞു അല്ലെ. നിർമ്മാതാവിന്റെ കാര്യവും ഫസ്റ്റ് ഡെഫിനേഷനിൽ എന്താ പറഞ്ഞത്? നിർമ്മാതാവുണ്ട്, കൺസ്യൂമറും ഉണ്ട് അല്ലെ. ഉപയോഗിക്കുന്ന വ്യക്തി, സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയും നിർമ്മാതാവും. പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കുന്ന ആ ഫ്ലോ, അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ഡെഫിനേഷനിൽ പറയുന്നത്. ഇനി സെക്കൻഡ് ഡെഫിനേഷനിൽ എന്താണ്? ഇപ്പൊ ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം, ഇമാജിൻ ചെയ്യാം. ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ ഇപ്പൊ ബേബീസിന്റെ കാര്യം, ഒരു കുഞ്ഞു കുട്ടികൾ എടുത്തു കഴിഞ്ഞാല് അവർക്ക് എന്താണ് ഹിമാലയ പൗഡർ ആൻഡ് ക്രീം. അപ്പൊ എന്താണ് അവിടെയാണ് ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് ആ ക്രീം ഇറക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ലേഡീസ് ഫേസ് ക്രീം എന്ന് പറഞ്ഞാൽ ലേഡീസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ജെന്റ്സും ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നില്ല, എന്നാലും ലേഡീസ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അവരെ ഞാൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ്, തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ വിഭാഗത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ് സിസ്റ്റമാറ്റിക്കും അതുപോലെ തന്നെ അത് വികസിപ്പിച്ചെടുത്തതുമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡ്യൂസിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. കിട്ടിയോ? രണ്ട് ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ, ഉദാഹരണ സഹിതം. എക്സാമ്പിൾ സഹിതം അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഡെഫിനേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ആ രണ്ട് ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ ആണോ? രണ്ട് ഡെഫിനിഷനും ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞാൽ ഡൗട്ട് ഉണ്ടാവോ ഇനി?
അടുത്ത ഡെഫിനിഷൻസ് പറയട്ടെ. കൊമേഴ്സാർക്ക് അത്ര കുഴപ്പമുണ്ടാവില്ല, മറ്റുള്ളവർക്ക് ക്യാച്ച് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അർജുൻ ഓക്കെ ആണോ? രണ്ട് ഡെഫിനിഷനും ഓക്കെ ആണ്. അപ്പൊ അടുത്ത ഡെഫിനിഷൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. Marketing is the fundamental management by an organization of its exchange relations with its various markets. അപ്പൊ മാർക്കറ്റിംഗ് എന്നത് നമ്മുടെ ഡെഫിനിഷനിൽ പറയുന്നത്, മാർക്കറ്റിംഗ് എന്നത് വിവിധ വിപണികളുമായിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെ മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. എന്നുകൂടി പറയാം. വിവിധ വിപണികളുമായുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാനൊരു മെറ്റീരിയൽസിന്റെ ഷോപ്പ് ഇട്ടു. ഓക്കെ, അപ്പോ എന്താണ്, ഞാനൊരു റീറ്റെയിൽ ഷോപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ചെറിയ രീതിയിലുള്ള ഷോപ്പാണ്. അപ്പൊ എനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഹോൾസെയിൽ കടയിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്ത് ഇത് ചെയ്യുന്നുണ്ട്, എന്റെ കടയിൽ കൊണ്ടുപോയി വന്നു വെച്ച് ഞാൻ വിൽക്കോ അല്ലെ. അപ്പൊ എനിക്ക് 10 അല്ലെങ്കിൽ 5 രൂപ ലാഭം കിട്ടും. ഓക്കെ, അങ്ങനെയല്ലേ ലാഭം കിട്ടുന്നത്? ഹോൾസെയിൽ കടയിൽ നിന്ന് എടുത്താലാണ്. അങ്ങനെയാണ് എല്ലാ കടക്കാരും ചെയ്യുന്നത് അല്ലെ. ഹോൾസെയിൽ കടയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാല് നമുക്ക് ലാഭം കിട്ടുള്ളൂ. ആണോ? ചിന്തിച്ചു നോക്കിയൊന്ന്. അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഹോൾസെയിൽ കടയിൽ പോയിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിച്ചു അല്ലെ. റിലേഷൻഷിപ്പ് ഉണ്ടാക്കി ഞാൻ സ്ഥിരം അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ഞാൻ എന്റെ കട അല്ലെ, റീറ്റെയിൽ ഷോപ്പും ഹോൾസെയിൽ ഷോപ്പും കൂടി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അല്ലെ. വിനിമയ ബന്ധങ്ങൾ, മാർക്കറ്റിംഗ് റിലേഷൻഷിപ്പ്. ഓക്കെ, അതും എന്താണ്, ഒരു തരത്തിൽ പറഞ്ഞാല് മാർക്കറ്റിംഗ് ആണെന്ന് പറയാൻ പറ്റും അല്ലെ. ഹോൾസെയിൽ കടയിൽ നിന്ന് ഞാൻ സാധനങ്ങളെ വില കുറവിന് എടുത്തുകൊണ്ട് എന്റെ ഷോപ്പിൽ കൊണ്ടുവന്ന് വിറ്റ് വില കൂട്ടി വിൽക്കുന്നു. അപ്പൊ എന്താണ്, എന്നാലേ എനിക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഒന്ന് നോക്കിയേ, വിവിധ വിപണികളുമായിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? 3 ഡെഫിനിഷനും എക്സാമ്പിൾ സഹിതം പറഞ്ഞപ്പോൾ ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ എന്താണ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരു ഷോപ്പ് ഇട്ടു, എന്റെ ഒരു ഓൺ ആയിട്ടുള്ള ഒരു ഷോപ്പ് ഇട്ടു. അപ്പൊ ഷോപ്പിലേക്ക് ഞാൻ മെറ്റീരിയൽസ് ചുരിദാർ മെറ്റീരിയൽസ് ആണെന്ന് വിചാരിക്കാം. ചുരിദാർ മെറ്റീരിയൽസ് വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഹോൾസെയിൽ കടയിൽ പോയിട്ട് വില കുറവിന് സാധനങ്ങൾ എടുത്ത് ഞാൻ എന്റെ കടയിൽ കൊണ്ടുവന്ന് ഒരു 10 അല്ലെങ്കിൽ 20 വില കൂട്ടി വിറ്റു. എന്നാലും എനിക്ക് എന്ത് കിട്ടുള്ളൂ, ലാഭം കിട്ടുള്ളൂ അല്ലെ. അപ്പൊ എന്താണ്, ഞാൻ ആ കടയിൽ പോയി, ഹോൾസെയിൽ കടയിൽ പോയിട്ടാണ് അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ടാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ലാഭമായിട്ട് തരികയുള്ളൂ. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അവിടെ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ കടയിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് വിറ്റെടുത്തു. അപ്പൊ ഈ പ്രോഫിറ്റ് കിട്ടും. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. വിവിധ വിപണികൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്സ് ഉദ്ദേശിക്കുന്നത് ഓരോ ഓർഗനൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ റീറ്റെയിൽ ഷോപ്പ് ആവാം, ഹോൾസെയിൽ ഷോപ്പ് ആവാം. ഓക്കെ, അപ്പൊ വിവിധ വിപണികളുമായിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്ര വരെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഡൗട്ട് ഒന്നുമില്ലല്ലോ? 3 ഡെഫിനിഷൻ ഓക്കെ അല്ലേ? എക്സാമ്പിൾ സഹിതം എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഓക്കെ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.